നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി MS ആണ്. ഇന്ന് എന്നോടൊപ്പമുള്ളത് പ്രശസ്ത ചിത്രകാരനായ കൊല്ലം ആശ്രാമം സ്വദേശി സന്തോഷ് ആശ്രാമമാണ്. സ്വാഗതം സർ. നമസ്കാരം. നമസ്കാരം. അപ്പോ സർ ഈ പറയും പോലെ വളരെ ചെറിയ പ്രായത്തിൽ ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവാണ് അല്ലെ? എനിക്ക് തോന്നുന്നു 22 വയസ്സിൽ ലഭിച്ച ആളാണ്. 94-95 കാലഘട്ടത്തില് അവാർഡ് ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു 22കാരന് എനിക്കൊന്ന് സാറ് പോലും അത് ചിന്തിച്ചിരുന്നില്ല അല്ലെ? അപ്പൊ ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? അത് ഞാന് ചിത്രകലയൊക്കെ പഠിച്ചിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന പീരീഡിലാണ്. അന്ന് അക്കാദമി അവാർഡ് ലഭിക്കുക എന്ന് പറയുന്നത് കേരളത്തിലൊരു വലിയ സംഭവമാണ്. കാര്യം എന്താന്ന് വെച്ചാല് ഇന്നത്തെ കണക്ക് പല കാറ്റഗറി അന്നില്ല. സ്റ്റുഡൻസിന് പ്രത്യേക കാറ്റഗറിയോ ഒന്നുമില്ല, കോമൺ ആണ്. കാര്യം ഗവൺമെന്റ് ഒരു സംസ്ഥാന എക്സിബിഷനിലേക്ക് ചിത്രങ്ങൾ ക്ഷണിക്കപ്പെടുന്നു. സർക്കാർ അതിന്റെ അവാർഡ് പരിഗണിച്ചിട്ട് ചിത്രകാരന്, ഏറ്റവും മെച്ചപ്പെട്ട ചിത്രകാരന് സംസ്ഥാന സർക്കാർ പുരസ്കാരം നൽകുന്നു. അപ്പൊ നമുക്കവിടെ എത്തി നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ കാലഘട്ടത്തില്. 94-95 നമുക്കൊന്നും അവിടെ അങ്ങനെ നമ്മള് അവാർഡിനേക്കാൾ ഉപരി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. എക്സിബിഷനിലേക്ക് സെലക്ഷൻ ലഭിക്കുക, ഇതാണ് നമ്മുടെ അന്നൊക്കെ നമുക്ക് ചിത്ര പ്രദർശിപ്പിക്കുവാൻ സെലക്ഷൻ, അക്കാദമി സെലക്ഷൻ ലഭിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അപ്പൊ ആ ഒരു അവാർഡിനേക്കാൾ ഉപരി ഒരു സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചിത്രങ്ങൾ അയക്കുന്നത്. അന്ന് ചിത്രങ്ങൾ നേരിട്ട് കൊടുക്കണം. ഇന്നതൊക്കെ മാറി. ഇന്ന് ഫോട്ടോഗ്രാഫും മറ്റേ കാര്യങ്ങളൊക്കെ അതിൻ്റെ വിഷ്വൽ വീഡിയോ ഒക്കെ കൊടുത്താൽ മതി. പക്ഷെ അന്നതല്ല. അന്ന് ഈ ചിത്രങ്ങള് നമ്മൾ വരച്ച് അത് ഫ്രെയിം ചെയ്ത് അവിടെ കൊണ്ട് എത്തിച്ച് ആണ് ജൂറിയുടെ മുമ്പിൽ ചെയ്യുന്നത്. അവരുടെ സെലക്ഷനിലാണ് പിന്നെ കഴിഞ്ഞിട്ട് അവർ സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് എക്സിബിഷൻ നടത്തുന്നതും അവാർഡുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അപ്പൊ 94 സാറിന് എത്രത്തോളം എങ്ങനെ അറിയാം? അന്ന് എനിക്ക് 10-22 വയസ്സേ ഉള്ളു. പക്ഷെ ആ 22 വയസ്സില് ആ കാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ചിത്രകാരൻ അവാർഡ്, സംസ്ഥാന അവാർഡ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചിത്രകാരൻ ഞാൻ തന്നെയായിരുന്നു ആ കൂട്ടത്തിലും. അത് പക്ഷെ ഇന്ന് ആ റെക്കോർഡ് ആരും തകർത്തിട്ടൊന്നുമില്ല. ഇപ്പോഴും എന്റെ പേര് തന്നെയാണ് അവാർഡ് നിൽക്കുന്നത്. ഇപ്പൊ കാറ്റഗറീസ് മാറിയിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ടുണ്ട് എന്നുള്ളത് വെച്ച്. പക്ഷെ അവാർഡ് കിട്ടിയത് വലിയ, അത് പ്രഖ്യാപിച്ചതും അത് എനിക്ക് ലഭിച്ചതും വളരെ ഓർമ്മ ഉണ്ടാക്കുന്ന സന്തോഷകരമായ ഒരു സംഭവമാണ്. അതെന്താണെന്ന് വെച്ചാല് ഈ അന്ന് ടെലഗ്രാമാണ്. ഇന്നത്തെ കണക്ക് മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. ഫോണ്, നമ്മുടെ ലാൻഡ് ഫോണ്, മൊബൈലൊന്നുമില്ല. മൊബൈലൊന്നും വരാത്ത ഒരു സമയങ്ങളിലാണ്, അപൂർവമാണ്. നമുക്ക് ടെലഗ്രാമിലാണ് നമുക്ക് അവാർഡ് കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ അറിയിക്കുന്നത്. അപ്പൊ ഈ ടെലഗ്രാം, അർജന്റ് ടെലഗ്രാം എന്ന് പറഞ്ഞ സൈക്കിളില് അതിന്റെ ബോർഡ് വെച്ചോണ്ട് ഈ എനിക്ക് കിട്ടിയ അവാർഡ് എന്റെ മുമ്പിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സൈക്കിളില്. ഈ പോസ്റ്റ്മാൻ എന്റെ മുമ്പിലാണ് പലപ്പോഴും ഇത് കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ആളാരാന്ന് പലർക്കും അന്വേഷിച്ചിട്ട് അവർക്ക് അറിയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ പ്രദേശത്തെ ആ ചിത്രകാരനാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുള്ള ഒരു പ്രശസ്തിയൊന്നും അന്നില്ല, ആർക്കും അറിയില്ല. അപ്പം ഈ ചിത്രം വരയ്ക്കുന്നത് ഇങ്ങനെ പോകുന്നൊരു വ്യക്തിയാണെന്നുള്ള അല്ലിക്കൂട്ടല്ലാതെ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടക്ക ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ അയക്കുന്ന ഒരാളാണെന്നൊന്നും അന്ന് അറിയില്ല. അപ്പം അദ്ദേഹം ഒരു 3-4 പ്രാവശ്യം ഈ ടെലഗ്രാം കൊണ്ട് നടന്നിട്ട് ഇത് വേറെ ഏതോ വീട്ടിൽ കൊടുത്തിട്ട്, അവിടെ ഏതോ ഒരു എന്റെ അതേ പേരിലുള്ള ഒരു വ്യക്തി ഉള്ളതുകൊണ്ട് അവിടെ കൊടുത്തിട്ട് ഇദ്ദേഹം തിരിച്ചുപോയി. അപ്പൊ ശരിക്കും ഈ അക്കാഡമിക്ക് റിപ്ലൈ കിട്ടിയില്ല. ഈ അവാർഡ് അവരെന്റെ ഫോട്ടോഗ്രാഫുകൾ ക്ഷണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ അവാർഡ് അറിയിക്കുകയും എന്റെ ഫോട്ടോയും ക്ഷണിച്ചുകൊണ്ടാണ് ഈ ടെലഗ്രാം വരുന്നത്. പക്ഷെ ഇതൊന്നും ലഭിക്കാത്തത് കൊണ്ട് അക്കാഡമി മെമ്പർ നേരിട്ട് വന്ന് അന്വേഷിച്ചു. അപ്പൊ അദ്ദേഹവും വന്ന് അന്വേഷിച്ചിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ അത് പ്രസ് ക്ലബിന്റെ, കൊല്ലം പ്രസ് ക്ലബിൽ അദ്ദേഹം സന്ദർശിച്ചിട്ട് അന്നത്തെ പ്രസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ M. ഉപേന്ദ്രനാണ്. അദ്ദേഹം ആശ്രാമം സ്വദേശിയാണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് പോസ്റ്റ്മാൻ പറഞ്ഞു ഇങ്ങനെ കത്ത് വരുന്ന ഒരു വ്യക്തി ഇന്ന സ്ഥലത്തുണ്ട്, അദ്ദേഹം ചിത്രമൊക്കെ വരയ്ക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് അവര് വീട്ടിൽ വന്നപ്പോ എന്റെ വീട്ടില്
ഫ്രണ്ടിലൊക്കെ ചിത്രങ്ങൾ. അപ്പോഴേ അവർ ഉറപ്പിച്ചു ഇത് തന്നെ വ്യക്തി എന്ന് പറഞ്ഞു. ഒരു അവാർഡ് കിട്ടിയ ഒരാളിനെ കണ്ടുപിടിക്കാൻ പെട്ട ഒരു പാടല്ലേ. വളരെ കഷ്ടപ്പെട്ടാണ് ആളിനെ കണ്ടുപിടിച്ച് ഇന്ന ആൾക്ക് അവാർഡ് ഉണ്ട് എന്ന് അറിയിക്കുന്നത്. അത് തന്നെ വലിയ രസകരമായ സംഭവമായിരുന്നു. അവാർഡ് പ്രഖ്യാപിച്ചത് തന്നെ ഞാൻ കണ്ടത് നമ്മുടെ വീട്ടിലൊന്നും അന്ന് ടി വി ഇല്ല. അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. ഇത്രയും പ്രചാരണത്തിലുള്ള വിഷ്വൽ മീഡിയാസ് ഒന്നും വന്നിട്ടില്ല. നെറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, ചാനലും ഇല്ല, പ്രിന്റഡ് മീഡിയ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ അവാർഡ് ഒരു ലൈബ്രറിയിൽ നിന്ന് എന്റെ സുഹൃത്തുക്കളോടൊപ്പം ആണ് എന്റെ ഈ ഫോട്ടോ ചിത്രങ്ങളും ഈ വാർത്തയിൽ കാണുന്നത്. അപ്പോഴാണ് ഈ അടുത്ത് നിൽക്കുന്ന ആളുകള് പെട്ടെന്ന് തിരിഞ്ഞ് ഇദ്ദേഹമാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അവരുടെയൊക്കെ ഒരു സന്തോഷമായിരുന്നു. അങ്ങനെയൊക്കെ വലിയൊരു അനുഭവം ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പെയിന്റിംഗ് എക്സിബിഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ? ധാരാളം എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലം, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഞാൻ ധാരാളം 1 man ഷോ നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് ഇപ്പം ബാംഗ്ലൂരില് സോളോ നടത്തിയിട്ടുണ്ട്, ഡൽഹിയില് ഗ്രൂപ്പ് ഷോ നടത്തിയിട്ടുണ്ട്, ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ വിദേശ രാജ്യങ്ങളില് മറ്റേ ഹോളണ്ട്, ജർമ്മൻ, ഫ്രാൻസിലൊക്കെ എന്റെ ചിത്രങ്ങൾ അവിടെ സ്വകാര്യ വ്യക്തികളുടെ ശേഖരത്തിലുണ്ട്. അപ്പൊ എന്നെ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ നിലനിർത്തിയത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചത് ആ ചിത്രകാരന്മാരൊന്നുമല്ല, സാഹിത്യകാരന്മാരാണ്. അതില് കാക്കനാടനും എം മുകുന്ദനും വളരെ പങ്കുണ്ട്. കാര്യം എം മുകുന്ദൻ അന്ന് ഡൽഹി ഫ്രഞ്ച് എംബസിയിലെ വലിയ ഉദ്യോഗസ്ഥനാണ്. അപ്പം ആ പ്രായത്തില് എനിക്ക് മുകുന്ദനുമായിട്ടുള്ള അടുപ്പമുണ്ട്. അപ്പൊ അദ്ദേഹമാണ് എനിക്ക് ഈ വലിയ ചിത്രകലയെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ എനിക്ക് എത്തിച്ചേരുന്നത്. പിന്നെ കാക്കനാടൻ വളരെ പ്രോത്സാഹനം ചെയ്ത വ്യക്തിയാണ്. എന്നെ ഈ എഴുത്തിലേക്ക് പ്രേരിപ്പിച്ചതും എഴുത്തിലേക്ക് തിരിച്ചുവിട്ടതും കാക്കനാടനാണ്. പിന്നെ മുകുന്ദന്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോഴും മുകുന്ദനും ആ ഒരു ബന്ധം ഒരു 10-30 വർഷത്തിലധികമായിട്ട് ആത്മബന്ധം ഇപ്പോഴും പുലർത്തുന്നുണ്ട്. എം മുകുന്ദനെ കുറിച്ചിട്ട് പറയുമ്പോ അത് വലിയൊരു കഥയുണ്ട് ശരിക്കും പറഞ്ഞാലേ. അതായത് എനിക്ക് തോന്നുന്ന ഈ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ അത് വായിച്ചിട്ട് അവിടെ കടലിൽ പോവുകയും വെള്ളിയാങ്കൽ അല്ലേ, അതൊരു അനുഭവമാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന് പറയുന്ന കൃതി ഒരു ഇതിഹാസമാണ്. ആ ഇതിഹാസ കൃതി മാസ്റ്റർ പീസാണ്. അതെ, നമ്മള് വായിക്കുമ്പം അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അവിടുത്തെ കാര്യം ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ് മാഹി, മയ്യഴി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കൾച്ചറാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള മാഹിയില് ഇങ്ങനൊരു സംസ്കാരം ഉള്ളത് നമുക്കെപ്പോഴും ഭയങ്കരമായൊരു അനുഭവം അല്ലെങ്കിൽ നമുക്കൊരു ആകാംക്ഷയാണ്. അപ്പൊ അന്ന് ഇതൊന്നും ഞാൻ കണ്ടിരുന്നില്ല. ഈ മാഹി എന്ന് പറയുന്ന പ്രദേശമൊന്നും ആ കാലഘട്ടത്തിൽ കണ്ടിരുന്നില്ല. പിന്നെയാണ് പോയി മാഹിയൊക്കെ കാണുന്നതും മയ്യഴി എത്തിയിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു അനുഭവം ഈ എഴുതാനുള്ള പ്രധാന കാരണം എന്താന്ന് വെച്ചാല്, ഒരിക്കൽ എം മുകുന്ദൻ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ എന്റെ നാട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. ആശ്രാമത്ത് കൊണ്ടുപോയിട്ട് അവിടെ കുട്ടികളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചിട്ട് ഞങ്ങൾ ഈ അഷ്ടമുടിക്കായലിലൂടെ ബോട്ടിലൊരു യാത്ര നടത്തി കുട്ടികളുമായിട്ട്. തുമ്പിക്കൂട്ടങ്ങൾ പറക്കുന്നു, തുമ്പികൾ പറക്കുന്നു എന്നായിരുന്നു അതിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ. അപ്പൊ അദ്ദേഹം നമ്മുടെ ബോട്ടേട്ടി, കൊല്ലം ബോട്ടേട്ടിയിൽ നിന്നാണ് ഈ സാധാ യാത്രാ ബോട്ടിൽ കയറുന്നത്. കയറുമ്പോ അവിടെ മൊത്തം തുമ്പികൾ പറന്നു വന്നു. ധാരാളം തുമ്പികളായിരുന്നു. അതുവരെ തുമ്പികൾ ഇല്ലായിരുന്നു. പക്ഷെ ഭയങ്കരമായ തുമ്പികൾ ഇദ്ദേഹത്തിന്റെ ചുറ്റും വലയം പ്രാപിക്കുകയും കുട്ടികളുടെ മുമ്പിൽ വലയം പ്രാപിക്കുകയും ചെയ്തു. നമ്മൾ ആദ്യം അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ പിന്നീടാണ് അത് അത്ഭുതകരമായിട്ട് അവിടെ മൊത്തം തുമ്പികളായി മാറിയത്. എന്നിട്ട് ഞങ്ങൾ ഈ ബോട്ടിലൂടെ വളരെ കഥകൾ പറഞ്ഞും കുട്ടികളുടെ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞും ഞങ്ങള് അഷ്ടമുടി വീരഭദ്ര ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് യാത്ര അവസാനിപ്പിച്ചത്. അപ്പൊ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴും തുമ്പികളായിരുന്നു മൊത്തം. അതും ഭയങ്കര ഒരു അത്ഭുതം ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതവും, അദ്ദേഹം വളരെ നിശബ്ദനായി കുറച്ചു നേരം ഇരിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ തുമ്പികൾ പിന്തുടരുന്നതായിട്ട് ഒരനുഭവം അദ്ദേഹം അവിടെ പങ്കുവയ്ക്കുകയുണ്ടായി.
അപ്പോഴാണ് ഈ എനിക്ക് അദ്ദേഹം പറഞ്ഞു, തുമ്പികൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വായിക്കുമ്പോൾ അവിടുത്തെ ഒരു സങ്കല്പമാണ്. അതായത് ഈ പുനർജന്മം വരുന്നവരെ അങ്ങ് ഉൾക്കടലില് വെള്ളിയാങ്കല്ലില് തുമ്പിയായി വസിക്കുമെന്നും അടുത്ത പുനർജന്മത്തിന് ആ അമ്മയുടെ വയറ്റിലേക്ക് വന്ന് പിറവിയെടുക്കും എന്നൊരു സംഭവമുണ്ട്. അതായത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ദാസൻ ഞാൻ എവിടെ നിന്നാണ് അമ്മയെ വരുന്നത്, എവിടെയാണ് ജനിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറുമ്പിയമ്മ പറയുന്നത് അങ്ങ് ഉൾക്കടലില് വെള്ളിയാങ്കല്ലില് ആണ് ഇതുവരെ, അടുത്ത പുനർജന്മ സമയത്ത് ആണ് ഈ വന്ന് ജന്മം എടുക്കുന്നത് എന്നൊരു അവിടുത്തെ സങ്കല്പമാണ്. അത് മയ്യഴി പ്രദേശത്തെ സങ്കല്പമാണ്. അവിടുത്തെ അവരുടെ ജീവിത രീതിയും ബന്ധപ്പെട്ടുള്ള അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു സങ്കല്പമാണ്. അവരിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഇത് ഈ അങ്ങ് ഉൾക്കടലില് ഈ വെള്ളിയാങ്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടെന്നും അവിടെയാണ് ഈ ആത്മാക്കൾ വസിക്കുന്നതെന്നും അത് അടുത്ത പുനർജന്മത്തിന് മാത്രം അവര് തിരിച്ച് മാഹിയിലേക്ക് വന്ന് ജനിക്കാൻ പോകുന്ന മനുഷ്യജന്മം പിറവിയെടുക്കുന്നതിലേക്ക് വയറ്റിലേക്ക് അവര് പിന്നെ പിറവിയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നുള്ള ഒരു സങ്കല്പമാണ്. അപ്പൊ അത് കേട്ടപ്പം അവിടെ പോകാൻ കഴിയില്ല, അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഇങ്ങനെ ഒരു വെള്ളിയാങ്കൽ ഉണ്ടെന്നും അന്ന് ആർക്കും അറിയുകയില്ല. ഇത് വാമൊഴിയായിട്ട് പറഞ്ഞ് കേട്ടിരുന്ന ഒരു സംഭവം. അതെ. അപ്പൊ അത് പോകാൻ പ്രധാന കാരണം അതിപ്പോ എനിക്കത് കാണണമെന്ന്, അത് വളരെ സാഹസികമായ യാത്രയാണെന്ന് മുകുന്ദൻ പറഞ്ഞു. കാര്യം അത് അവിടെ അങ്ങനെ ചെന്ന് പറ്റാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഉൾക്കടല് ഭയമുണ്ടാക്കും, പിന്നെ അത് നിരോധിക്കപ്പെട്ട മേഖലയാണ്. അത് നിരോധിക്കപ്പെടാൻ പ്രധാന കാരണം എന്താന്ന് വെച്ചാല് ഇത് ഒരിക്കൽ ഇങ്ങനൊരു ഈ വെള്ളിയാങ്കല്ല് സന്ദർശിക്കാൻ പോണ്ടിച്ചേരി ഗവൺമെന്റിന്റെ കീഴിലാണ്. അപ്പൊ അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു യാത്ര അവിടുത്തെ പത്രപ്രവർത്തകരെയും കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഈ വെള്ളിയാങ്കല്ലിലേക്ക് പോവുകയുണ്ടായി. പോയിട്ട് ഈ മാഹിയിലെ ഒരു പത്രപ്രവർത്തനുണ്ട്, അദ്ദേഹം ഈ വെള്ളിയാങ്കല്ല് കണ്ട് തുമ്പിയം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഈ പാറയുടെ മുകളിലേക്ക് എടുത്ത് ചാടിയ ഉടനെ തന്നെ അത് സ്ലിപ്പായി ഇദ്ദേഹം കടലിലേക്ക് പതിക്കുകയാണ് ചെയ്തത്. കടലിൽ പതിച്ചിട്ട് അദ്ദേഹം ഈ ഭയങ്കരമായിട്ട് ഒഴുകിപ്പോയി, കടലിലെ തിരയുടെ കൂടെ ഒഴുകി പോയപ്പോഴത്തേക്ക് ഇദ്ദേഹം മുടി നീട്ടി വളർത്തിയ ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ഈ മുടി മാത്രം പൊങ്ങിക്കിടന്നപ്പം ഈ ബോട്ടിലുള്ള ആൾക്കാര് സ്പീഡ് ബോട്ടിൽ ചെന്നിട്ട് ഇദ്ദേഹത്തെ മുടിയിൽ പിടിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്തത്. അതിനുശേഷം ഈ യാത്ര അവിടുത്തെ ഗവൺമെന്റ് നിരോധിക്കപ്പെട്ടിട്ടുള്ള മേഖലയാണ്. മാത്രമല്ല അവിടെ അത് പോവാൻ പിന്നെ അനുവാദം കൊടുത്തിട്ടുള്ളത് മത്സ്യ വ്യവസായം നടത്തുന്ന, മത്സ്യം പിടിക്കുന്ന അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുണ്ട്, അവർക്ക് മാത്രമേ അവിടെ പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിന്റെ ഇങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് കാണണമെന്ന് അഭിപ്രായം പറഞ്ഞപ്പോൾ മുകുന്ദൻ തന്നെയാണ് അതിന്റെ സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടാക്കി തന്നത്. കാര്യം അദ്ദേഹം വളരെ സെക്യൂരിറ്റി സംഭവമാണ് എനിക്ക് വേണ്ടി ചെയ്തത്. അതായത് ഫിഷ് ബോട്ട്, ഇത് യാത്ര അവിടെ കൊണ്ടെത്തിക്കാൻ അറിയാവുന്ന മത്സ്യത്തൊഴിലാളികളെ ബന്ധപ്പെട്ടിട്ട് അവരുടെ ഫിഷ് ബോട്ടാണ് അറേഞ്ച് ചെയ്തത്. ആ ഫിഷ് ബോട്ടിലാണ് ഞാനും നമ്മുടെ സവിന്ദ ബുക്സിന്റെ ഉടമയായ അജിത്തും കൂടാതെ മറൈൻ ഫോഴ്സിലെ കുറച്ച് ഉദ്യോഗസ്ഥര്, അത് അവിടെ നിന്നുള്ള മുകുന്ദൻ അറേഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ സെക്യൂരിറ്റി സംവിധാനങ്ങളാണ്. അങ്ങനെയാണ് ഞങ്ങള് രാവിലെ 5:30 ഈ ഉൾക്കടലിലേക്ക് യാത്ര തിരിക്കുന്നത്. ഏകദേശം 10 മണിയോട് അടുപ്പിച്ചിട്ടാണ് ഈ വെള്ളിയാങ്കലിന്റെ മുമ്പിലെത്തുന്നത്. അപ്പം വളരെ ഡേഞ്ചറാണ്, വേലിയേറ്റവും വേലിയിറക്കമൊക്കെ ഉണ്ട്. അപ്പം നമ്മള് ഈ വേലിയേറ്റം വരുന്നതിന് മുമ്പേ ആണ് ഇതിന്റെ അടുത്തെത്തേണ്ടത്. ഇതിന്റെ പാറയുടെ മുകളിലേക്ക് നമുക്ക് ഇറങ്ങാൻ, അത് എത്താന്നല്ല, കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിനകത്ത് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഈ പാറയുടെ വലിയൊരു മലയാണ്, കുന്നാണത്. അതിന്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പുറ്റുകളാണ്, വളരെ മൂർച്ചയേറിയ ഈ പിന്നെ ബ്ലേഡ് പോലെ ഇരിക്കുന്ന പുറ്റുകളാണ്. അത് നമ്മുടെ ദേഹത്ത് തട്ടി മുറിയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും അവിടെ എത്താൻ പറ്റില്ല. പക്ഷെ ഇത് എന്റെ കൂടെ വന്ന മത്സ്യത്തൊഴിലാളികള് ഇതിലേക്ക് ഇറങ്ങിയിട്ട് അവരതിനകത്ത് ഈ ചാക്ക് ഇട്ട് തന്നിട്ട് എന്നെ കൊണ്ട് അതിന്റെ മുകളിലേക്ക്
ഞാൻ ശരിക്കും യാദൃച്ഛമായിട്ട് അങ്ങ് ഡൈവ് ചെയ്യായിരുന്നു. അപ്പോഴത്തെ സ്പിരിറ്റിന് ഈ പാറയുടെ മുകളിലേക്ക് ഡൈവ് ചെയ്തിട്ട് ഇത് മൊത്തം ചുറ്റി കടന്ന് കാണുകയാണ് ചെയ്തത്. അതൊരു വലിയ ലോകമാണ്. കാര്യം അതിന്റെ ഏറ്റവും മുകളിൽ ഒരു ശുദ്ധജല കിണറുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും എങ്ങനെയാണ് ഉൾക്കടലില് ഒരു ശുദ്ധജല കിണറുണ്ടാകുന്നത്. അതൊക്കെ അത്ഭുതമാണ്. അത് മാത്രമല്ല, ഈ പറങ്കികളുടെ വെടിയുണ്ടേറ്റിട്ട് ഈ പാറകള് എല്ലാം വലിയ ദ്വാരമാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു വികൃത രൂപമുണ്ട്. തലോട്ടിയുടെ രീതിയിലും പല പല രൂപത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. അവിടെയാണ് കുഞ്ഞാലി മരക്കാര് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചിരുന്നൊരു സ്ഥലവും കൂടിയാണെന്ന് പറയുന്നത്. അവിടെ ഈ വെള്ളിയാങ്കല്ലിന്റെ മുകളില് ഒരു ഘട്ടത്തില് അങ്ങനെ ഈ പാറ മൊത്തം കാണുകയും വേലിയേറ്റം വരാൻ സമയമായപ്പോഴത്തേക്ക് ഈ മത്സ്യത്തൊഴിലാളികളെ അറിയിക്കുകയും ചെയ്തപ്പോൾ ഇറങ്ങി വന്ന സമയത്ത് കടലിന്റെ വെള്ളം എന്റെ കഴുത്തറ്റം വരെയാണ്. അപ്പം ബോട്ട് അടുക്കാനും പറ്റില്ല. കാര്യം അതിനുള്ള സജ്ജമല്ല. ഇത് വലിയ ഈ മുള വെച്ചിട്ട് അവര് ഈ പാറയിൽ കുത്തിയിട്ടാണ് ബോട്ടിനെ ഓളത്തിനനുസരിച്ച് അടുപ്പിക്കുന്നത്. എന്നിട്ട് അവര് തന്നെ ഈ ബോട്ടിലേക്ക് എടുത്ത് എറിയുകയാണ് ചെയ്തത്. കാര്യം എനിക്കത് കയറാൻ പറ്റില്ല. കാര്യം അവര് പരിചയമുള്ള ആളുകളാണ്. അങ്ങനെയൊക്കെ സാഹസികമായി യാത്ര നടത്തി വെള്ളിയാങ്കല്ല് സ്പർശിച്ച ആളാണ്. അതായത് മുകുന്ദന്റെ ഈ പറയാൻ പോലെ മയ്യഴി പുഴയുടെ തീരങ്ങളില് വളരെയധികം എല്ലാവർക്കും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഈ വെള്ളിയാങ്കല്ലിനെ കുറിച്ചുള്ള. അതായത് ഈ ഇത്രയും വലിയ വലിപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വലിയൊരു കടലിന്റെ നടുവിലാണ്. അതിന് ആ പാറയ്ക്കുള്ളിൽ ഒരു ശുദ്ധജലത്തിന്റെ കിണർ. അവിടേക്കാണ് ഈ തുമ്പികൾ വരുന്നതായിട്ട് അല്ലെ. ഇത് എവിടുന്ന് വരുന്നു എന്നുള്ളതാണ് അറിയില്ല. തുമ്പികൾ എവിടുന്ന് വരുന്നു, കാരണം പച്ചപ്പില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് തുമ്പികൾ എങ്ങനെ വരുന്നു എന്നുള്ളത് അത് ആ നോവലിലുള്ളതാണ്. മാത്രമല്ല, അവിടെ ഈ മത്സ്യത്തൊഴിലാളിക്ക് പോകാനുള്ള അനുവാദം എന്താന്ന് വെച്ചാൽ അവരുടെ പണ്ട് മുതലേ ഉള്ള ഒരു ആചാരമാണ്. അവര് എന്തെങ്കിലും പുതിയ സംഭവങ്ങൾ തുടങ്ങുമ്പോഴോ അല്ലെ കടലിൽ മീൻ പിടിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ വന്ന് പൂജ നടത്തും. നമ്മുടെ കർക്കിടക വാവ് ബലി നടത്തുന്ന കണക്ക് അവര് ഇതിന്റെ മുകളില് ആണുങ്ങൾ വന്നിട്ട് വളരെ ശുദ്ധിയോടുകൂടി ഇതിന്റെ മുകളിൽ പൂജ നടത്തിയതിനു ശേഷമാണ് അവര് പുതിയൊരു പദ്ധതി തുടങ്ങുന്നത്. അങ്ങനെ വളരെ ആചാരപരമായിട്ട് അവരിതിനെ കാണുകയാണ് ചെയ്യുന്നത്. നമുക്ക് ദൂരെ നിന്ന് ചില സമയങ്ങളിലോ അതിന്റെ അടുത്ത് നിന്നല്ലോ മഞ്ഞ് പോലെ ഈ വെള്ളിയാങ്കല്ല് കാണാൻ കഴിയും. ചില സമയങ്ങളിൽ കാണാൻ കഴിയും. പക്ഷെ പൊട്ടുപോലെ കാണാൻ കഴിയും. അതിന്റെ അടുത്തേക്ക് ആർക്കും യാത്രയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടാണ് മുകുന്ദന്റെ അനുഭവങ്ങളും പിന്നെ ഈ വെള്ളിയാങ്കല്ല് സന്ദർശിച്ചതും ഇത് സത്യമാണോ അല്ലേ എന്നുള്ളൊരു സങ്കല്പവും. മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളെ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളാണ് പലരും. ആ ഫ്രഞ്ച് അധിനിവേശം ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഭരണ സമുദായത്ത് അവിടെ ജീവിച്ചിരുന്ന ആളുകളാണ് കഥാപാത്രങ്ങളെല്ലാം. അപ്പൊ ആ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുകയും പലരെയും വെച്ചിട്ടാണ് ഈ കഥ എഴുതി ഇതെല്ലാം കണ്ടെത്തുകയും അപ്പൊ അങ്ങനെ അതിനെ വെച്ചിട്ടാണ് അട്ടമുടിക്കായലും മയ്യഴിത്തുമ്പികളെന്നും പറഞ്ഞിട്ട് സൈന്ധവ ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അതെ, അപ്പം ശരിക്കും പറഞ്ഞാൽ സൈന്ധവ ബുക്സ് നമുക്കറിയാം. അജിത് സാർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂല്, കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇതുപോലെ തന്നെ ഈ മയ്യഴിപ്പുഴ തീരങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അദ്ദേഹമായിട്ടാണ് കുറെ ഒക്കെ സംസാരിക്കുക ചെയ്തത്. എന്റെ കഥകളെ കുറിച്ചിട്ടും എന്താണ് ഈ വെള്ളിയാങ്കല്ലൊക്കെ അതെനിക്ക് വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞു തന്നിരുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് ഭയങ്കര എനിക്ക് എന്നെ കേട്ടപ്പോൾ ഭയങ്കര താല്പര്യം തോന്നി. ഇത് രസമായിരിക്കും. അപ്പൊ തീർച്ചയായും കണ്ട സാറിന്റെ അനുഭവം അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചോദിച്ചത്. അതെ 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 എന്താ ഈ അവരുടെ പിന്നെ ഈ വെള്ളിയാങ്കല്ല് തുമ്പികൾ അവരുടെ വിശേഷ ദിവസങ്ങൾ അവിടെ ഈ നമ്മുടെ തെരേസ പുണ്യവതിയുണ്ട്, പള്ളിയുടെ തെരേസ അത് കഥയിൽ തന്നെ പറയുന്നുണ്ട്. ഈ തെരേസക്ക് ലഭിക്കുന്ന വിഗ്രഹം ലഭിക്കുന്ന സംഭവങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ തെരേസ പുണ്യവതിയുടെ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം. ആ ആഘോഷ സമയത്ത് ഈ തുമ്പികൾ നാട്ടിലേക്ക് പറന്നു വരും ബന്ധുക്കളെ കാണാനും. അതൊരു പ്രത്യേകതരം തുമ്പിയാണ്. നമ്മളെ സാധാ തുമ്പിയല്ല. ആരും പറയുന്നുണ്ട് ഒരു ലുത്യാന എന്ന് പറയുന്ന ഒരു രീതിയാണ്. അത് ഫ്രഞ്ച് വാക്കാണ്. അത് അവിടെ ഉള്ളവരുടെ വിശ്വാസമാണ്. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് ആ കഥയിലും പറയുന്നത്. അവിടെ ആ മയ്യഴികളിലെ ഒരു വിശ്വാസം. മയ്യഴിയുടെ ഒരു സംസ്കാരം നമ്മുടെ നിന്നും വ്യത്യസ്തമാണ്. ആ പ്രദേശവും വ്യത്യസ്തമാണ്. ഫ്രഞ്ച് സംസ്കാരത്തിന്റെ അധിനിവേശത്തിൽ വളർന്നു വന്ന
ഒരു മനുഷ്യരാണ് അവരെല്ലാം. അപ്പം അത് നമുക്ക് വളരെ അത്ഭുതവും നമ്മുടെ സ്ഥലത്ത് തന്നെ ഇത്തരം ഒരു സങ്കല്പങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തൊട്ടടുത്ത് നമുക്കത് കാണാൻ ഭയങ്കര ആകാംക്ഷയാണ്. എന്തായാലും നമുക്ക് മയ്യഴിൽ നിന്നും സാറിലേക്ക് വരുമ്പോഴത്തേക്കിന് നമുക്ക് പുസ്തകങ്ങളിലേക്ക് വരാം അല്ലെ. എങ്ങനെയായിരുന്നു ഈ ഒരു പുസ്തകങ്ങളെയൊക്കെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, അപ്പം ആ ചിത്രകലയെ കുറിച്ചിട്ടും ഒക്കെ? അതെ അതെ. പിന്നെ ആദ്യം ഞാൻ എഴുതുന്നത് ഇടപ്പള്ളിയും വാൻഗോഗും എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അത് വളരെ പ്രശസ്തമായ പുസ്തകമാണ്. ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാക്കിയ പുസ്തകമാണ്. ആ വിമർശനത്തിനെല്ലാം മറുപടി നൽകുകയും അതിനൊരു പ്രചോദനം നൽകുകയും ചെയ്തത് KP അപ്പനും കാക്കനാടൻ എമ്മകുന്തനെയും പോലുള്ള ആളുകളാണ്. അപ്പൊ ഞാന് ഈ ഇടപ്പള്ളിയുടെ മരണവും ജൂലൈയിലാണ്. അപ്പൊ ആ ഇടപ്പള്ളി അനാഥപ്പെട്ട് ഇവിടെ കിടക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്മാരകമൊന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് ഈ കൊല്ലത്ത് വലിയൊരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ആ സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നതും. അപ്പൊ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിത്രകാരൻ വാൻഗോഗാണ്, ഡച്ച് പെയിന്ററായ വിൻസെന്റ് വാൻഗോഗാണ്. അദ്ദേഹത്തിന്റെ ജീവിത രീതിയും ഇടപ്പള്ളിയുടെ ജീവിത രീതിയും സമാനതകളുണ്ട്. അങ്ങനെ ഞാൻ ഇത് സ്റ്റഡി ചെയ്തിട്ട് ഇവരുടെ വാൻഗോഗിന്റെ പെയിന്റിങ്സും ഇടപ്പള്ളിയുടെ കവിതകളും തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തി. ആ താരതമ്യ പഠനത്തിൽ ഇവരുടെ സമാനതകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇടപ്പള്ളിയും വാൻഗോഗും എന്നും പറഞ്ഞിട്ട് ഒരു പെയിന്റിംഗ് സീരീസ് ചെയ്തു. ആ പെയിന്റിംഗ് സീരീസ് കേരളത്തില് വളരെ എല്ലാ ആളുകളും സ്വീകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അന്നത്തെ മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നെ ഇത് എങ്ങനെയാണ് ഈ ചിത്രങ്ങളിലൂടെ വന്നതിന് ശേഷം ഇത് എങ്ങനെയാണ് ഈ താരതമ്യം ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പലരും ചോദിച്ചു. പലരും അതിന്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച ശേഷമാണ് ഞാൻ ഇത് പുസ്തകമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പോടുകൂടി ഈ പുസ്തകം സൈന്ധവ ബുക്സ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതായത് രണ്ട് ദേശത്തിലുള്ളവരുടെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ജീവിതം, സാഹചര്യം, മരണം ഒക്കെ സമാനതകളുള്ളതായിരുന്നു. പ്രണയം, മരണം എന്ന രണ്ട് ദേശം. അതെ അതെ, രണ്ട് ദേശം. അപ്പം ഇടപ്പള്ളി സാധാരണ നമ്മുടെ കേരളത്തിലെ കാൽപ്പനിക കവികൾ ഇങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യൻ. ഡച്ച് പെയിന്റർ ലോകം മൊത്തവും അറിയപ്പെടുന്ന. മറ്റൊന്ന് എനിക്കൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. ഇടപ്പള്ളി എന്ന് പറയുന്ന കവി ഡച്ച് പെയിന്റർ വാൻഗോഗിനോടൊപ്പം അത്രയും അടുത്താണെന്നും അവരുടെ കൃതികൾക്ക് അത്രത്തോളം മൂല്യമുണ്ടെന്നും കാണിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ആ പുസ്തകത്തില് അവതാരിക എഴുതിയിരിക്കുന്നത് കാക്കനാടനും എമ്മകുന്തനുമാണ് ആ പുസ്തകത്തില്. പിന്നീട് KP അപ്പനാണ് അതിനകത്ത് കമന്റ് എഴുതിയിട്ടുള്ളതും. അപ്പൊ ഇവരുടെയൊക്കെ പൂർണ്ണമായ സപ്പോർട്ട് ആ പുസ്തകത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെയേറെ സ്വീകരിക്കപ്പെട്ട പുസ്തകമാണ് ഈ ഇടപ്പള്ളിയും വാൻഗോഗും എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ പുസ്തകമാണ് അഷ്ടമുടിക്കായലും മയ്യഴിത്തും കുമ്പികള്. പിന്നെ മൂന്നാമതൊരു പുസ്തകം ഇപ്പം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതെ അതെ, അത് സൈന്ധവ ബുക്സിൽ അവര് തന്നെയാണ്, അജിത്ത് തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ലോക ചിത്രകലയിലെ പ്രതിഭകൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അത് കേരള കൗമുദിയിലെ ഒരു കാലത്ത് വന്നിരുന്ന ആർട്ടിക്കിൾസ് ആണ്. ലോക ചിത്രകലയിലെ പ്രതിഭകൾ, അതായത് പെയിന്റർമാരുടെ ചിത്രങ്ങളും അവരെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നു കുറെ നാള്. ഒരു 40ഓളം ആർട്ടിസ്റ്റുകളെ അന്ന് എഴുതിയിരുന്നു. അതായത് ലോകത്തിന്റെ ചിത്രകലയുടെ ചരിത്രം തുടങ്ങുന്ന ജിയോട്ടോ മുതൽ, ആർട്ടിഡേനായ ജിയോട്ടോയുടെ ഗുരു ചിമാബുയയിൽ നിന്നും ജിയോട്ടയിൽ തുടങ്ങി ഇന്ന് നമ്മുടെ കേരളത്തിലെ പത്മിനി വരെ ഉൾപ്പെടുന്ന കലാകാരന്മാരെയാണ് അതിനകത്ത് പരിചയപ്പെടുത്തിയത്. ആ പുസ്തകം ഉടനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സാർ ചുവർ ചിത്രങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? അതെ, കൊല്ലത്ത് ഞാന് ഈ ഗ്രാഫിറ്റി അങ്ങനെ ഒരു സങ്കല്പം നമ്മള് കേരളത്തിലെ ബിനാലെ വന്നപ്പോഴാണ് ഈ ചുമരിൽ ഈ ചിത്രങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടായത്, ഗ്രാഫിറ്റിക്ക് സ്വീകാര്യത ഉണ്ടായതായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൊല്ലം പബ്ലിക് ലൈബ്രറി കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. വളരെ കെട്ടിടങ്ങളും എല്ലാം വളരെ മോശപ്പെട്ട അവസ്ഥയിലും കാട് പിടിച്ചു കിടക്കുന്ന സമയത്തിൽ രവീന്ദ്രൻ നായർ, രവിമലയാളി എന്ന് നമ്മൾ വിളിക്കുന്ന രവീന്ദ്രൻ നായരെ എടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. നമുക്കത് വൃത്തിയാക്കി ചിത്രങ്ങൾ രചിക്കാം എന്നുള്ളൊരു
ഒരു പ്രോജക്റ്റ് അദ്ദേഹത്തിനോട് വെച്ചപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്യുകയും അദ്ദേഹം തന്നെയാണ് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്ത് തരികയും അങ്ങനെ ഞാനും എൻ്റെ ശിഷ്യരായ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ വിദ്യാർത്ഥികൾ അവിടുത്തെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ അവരെല്ലാം അവിടെ പഠിച്ചിരുന്നവരാണ്. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനൊക്കെ പഠിക്കുന്ന ആൾക്കാരെയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ആ ചിത്രങ്ങൾ ചെയ്തത്. അതാണ് അവിടെ ആദ്യമായിട്ട് കൊല്ലത്ത് ഈ മതിലുകളിൽ ഗ്രാഫിറ്റി ചെയ്യുന്നത് അവിടെയാണ്. അത് കൊല്ലത്തിന്റെ ചരിത്രമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്, വെറും ചിത്രമല്ല. അത് കൊല്ലത്തിന്റെ ചരിത്രം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഓരോ സ്റ്റേറ്റിന്റെയും പാരമ്പര്യ കലകളിലൂടെയാണ് ഞങ്ങൾ കൊല്ലത്തിന്റെ ചരിത്രം പറഞ്ഞത്. അല്ലാതെ അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിന്റെ പാരമ്പര്യ കലകളെ ഇവരെ പരിചയപ്പെടുത്തുകയും അതിലൂടെ നമ്മുടെ കൊല്ലത്തിന്റെ ചരിത്രം പറയുകയും ചെയ്തു. അത് ഉദാഹരണമായിട്ട് മധുബാനി, ബേർലി, ഗോന്ത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ചിത്ര രൂപങ്ങളുണ്ട്. അതിലൂടെ കൊല്ലത്തിന്റെ ചരിത്രം പറയുന്ന ഒരു വലിയ സംഭവമാണ്. അത് ചെയ്തതും മറ്റൊരു ലക്ഷ്യമുണ്ട്. അവിടെ ഒരു ആർട്ട് ഗാലറി ഇപ്പൊ വന്നിട്ടുണ്ട്. ആർട്ട് ഗാലറി കൊയിലോൺ ആർട്ട് ഗാലറി എന്ന കെ രവീന്ദ്രൻ നായർ തന്നെയാണ് അത് ഉദ്ഘാടനം നടത്തിയത്. അതും അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത് ഞാനാണ്. എനിക്ക് അങ്ങനെ ഒരു ആർട്ട് ഗാലറി ഇവിടെ വേണമെന്നും ഒരു ഇന്റർനാഷണൽ തലത്തിലുള്ള ആർട്ട് ഗാലറിയാണ് അത്. അതിന്റെ ആർക്കിടെക്ട് ആദ്യകാലത്ത് ആ ബിൽഡിംഗ് ചെയ്തിരിക്കുന്ന ദേവമാഷാണ്, എം ബി ദേവമാഷാണെങ്കിലും അതിന്റെ ഇന്റീരിയറും മറ്റു കാര്യങ്ങളും ആർട്ട് ഗാലറിയുടെ രൂപകൽപ്പന എല്ലാം ചെയ്തത് യൂജിൻ ബണ്ടാലയാണ്. യൂജിൻ ബണ്ടാലയോടൊപ്പം ഞാനും ആണ് അതിന്റെ പണികൾ മൊത്തം പൂർത്തിയാക്കിയത്. ആ ആർട്ട് ഗാലറി ഒരു ഇന്റർനാഷണൽ തലത്തില് എല്ലാ ഫെസിലിറ്റീസും ആ ഗാലറിക്കുള്ളിലുണ്ട്. അപ്പൊ ആ ഗാലറിയുടെ ഓപ്പണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചിത്ര പരമ്പര ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാനും എൻ്റെ ശിഷ്യന്മാരുമായിട്ട് കൊല്ലം പ്രസ് ക്ലബില് ഒരു കൂറ്റൻ ചിത്രം ചെയ്തിട്ടുണ്ട്. അവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് അത് ചെയ്തത്. പിന്നീട് ജില്ലാ പഞ്ചായത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിലെ ആയുർവേദവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ഈ ഇഷ്രായ് സിംഗ് ഇതിന്റെ എക്സൈസിന്റെ ഡയറക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇഷായ് സിംഗിന്റെയും നമ്മുടെ ശ്രീലേഖ IPSന്റെയും ഒക്കെ ആഗ്രഹപ്രകാരം അവരുടെ ഈ ലഹരി വിരുദ്ധ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഈ മാരത്തോൺ ഓട്ടം മാരത്തോൺ ഒരു സന്ദേശം അവർ നടത്തിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൊല്ലം ജില്ലയിൽ മിക്കവാറും സ്ഥലത്ത് ചുവരുകളെല്ലാം ഞങ്ങൾ ചിത്രം ചെയ്യിച്ചിട്ടുണ്ട്. ജില്ലാ ജയിലിലായിരുന്നു തുടക്കം. 2015 തോന്നുന്നു. നമ്മുടെ കൊല്ലം ജില്ലാ ജയിലിന്റെ മതിലിലായിരുന്നു അതിന്റെ തുടക്കം കുറിച്ചത്. അന്ന് ഇർഷാദ് സിംഗും ശ്രീലേഖയൊക്കെ വന്നിട്ട് അവരാണ് അതിന്റെ ഉദ്ഘാടനമൊക്കെ നടത്തി. അതിന്റെ ഭാഗമായിട്ട് ജില്ലയിലെ പല ഭാഗങ്ങളിലും ഞങ്ങളുടെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട് ഇത്തരം ചിത്രങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. അതെ, എനിക്ക് ഓർമ്മയുണ്ട് ആ ക്യാമ്പയിൻ. അതില് ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു നല്ല ഓർമ്മയുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മുടെ പരിപാടിയുടെ സമയം ശരിക്കും ഇങ്ങനെ കഴിയുകയാണ്. ഒരുപാട് പോയി, പക്ഷെ ചോദിച്ചു കഴിഞ്ഞില്ല. എങ്കിലും ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കണം. ശില്പങ്ങൾ കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ? കൊല്ലം ജില്ലയിലെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള പല അവാർഡ് ശില്പങ്ങൾക്ക് രൂപകൽപ്പന ചെയ്ത ഞാനാണ് ചെയ്തു കൊടുക്കുന്നുമുണ്ട്. അതായത് വൈക്കം ചന്ദ്രശേഖരൻ നായർ സ്മാരക അവാർഡ്, കാക്കനാടൻ അവാർഡ്, പിന്നീട് നമ്മുടെ കടമനട്ട അവാർഡ്, പിന്നെ കൊല്ലം പ്രസ് ക്ലബിന്റെ തന്നെ കേരള ശുദ്ധത്തിന്റെ അവാർഡ്, പിന്നീട് ആര്യാട് ഗോപി അവാർഡ് ആദ്യകാലത്ത്, അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി അവാർഡ് ശില്പങ്ങൾ രൂപകൽപ്പന ചെയ്ത് മോഷണം പോയ കഥകൾ പറഞ്ഞു. അതെ, എനിക്ക് എന്റെ അവാർഡ് കിട്ടിയ ചിത്രം, അന്ന് അക്കാദമി അവാർഡ് കിട്ടിയ ചിത്രം മോഷണം പോയിട്ടുണ്ട്. മോഷ്ടിക്കപ്പെട്ട എന്താന്ന് വെച്ചാൽ നാഷണൽ എക്സിബിഷന് പിന്നെ പെയിന്റിങ്സ് അയക്കപ്പെട്ടു. ഞാനത് അയച്ചതിന് ശേഷം ഈ പെയിന്റിങ്സ് നാഷണൽ ഷോ കഴിഞ്ഞതിന് ശേഷം അവരുടെ കണ്ടീഷൻ അനുസരിച്ച് എനിക്കത് തിരിച്ചയച്ചു തരേണ്ടതാണ്. പക്ഷെ അവരെനിക്ക് തന്നില്ല. ഞാനത് ബന്ധപ്പെട്ടിട്ടും തന്നില്ല. ഞാൻ ഇവിടുന്ന് എന്റെ പ്രതിനിധിയെ അവിടെ അയച്ചിട്ടും അവര് ആ പെയിന്റ്സ് തിരിച്ച് കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവിടുത്തെ എന്റെ സൗഹൃദങ്ങളായ CBI ഉദ്യോഗസ്ഥരുണ്ട് മുംബൈയില്. അപ്പൊ അവരോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവര് ഈ പൂനെയിൽ പോയിട്ട് CBI ഉദ്യോഗസ്ഥർ പോയിട്ട് ഇവരുടെ ഗോഡൌണിൽ നിന്ന് ഈ പെയിന്റ്സ് കണ്ടെടുക്കുകയാണ് ചെയ്തത്. കണ്ടെടുത്ത് തിരിച്ച് ഏൽപ്പിക്കുകയും അത് അന്നത്തെ മാധ്യമങ്ങള് വലിയ ന്യൂസാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പിന്നീട് K രവീന്ദ്രൻ നായർ തന്നെ വിലയ്ക്ക് വാങ്ങി
കൊല്ലം നാണി ഹോട്ടലിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് സാർ. നമ്മളെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ലെങ്കിലും കുറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന നമ്മുടെ മയ്യഴിയില് അല്ലെ, ആ ഒരു യാത്രയൊക്കെ എത്ര മനോഹരം, അതൊക്കെ പങ്കുവെച്ചാൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ നന്ദി അറിയിക്കാൻ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി വിശേഷങ്ങൾ പങ്കുവെച്ചാൽ എന്താണ് അവസാനം നമ്മളുടെ ശ്രോതാക്കളോട്? അത് എനിക്ക് നമ്മുടെ കലാ ആസ്വാദകരോട് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്വയം സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക, മറ്റുള്ളവരുടെ സംതൃപ്തിക്കും വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. നല്ല കലകൾ ഉണ്ടാവണമെങ്കിൽ, നല്ല രചനകൾ നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ നമ്മൾ സ്വന്തം രചനകൾ നടത്തി സ്വയം സംതൃപ്തി അടയുക. അത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പിന്നാലെ വരും. അതാണ് ഏറ്റവും നല്ല ആസ്വാദനം. അത് തന്നെയാണ്. സന്തോഷം. ഇപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ചിത്രകാരനായ ആശ്രാമം സന്തോഷാണ്. സാറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി നിന്നിവിടെ പറയുന്നു ശ്രീലക്ഷ്മി MS.